നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിലെ ഫോഴ്സ് ഓഫ് ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിലെ ഇനേർഷ്യയാണ്. ഇനേർഷ്യ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. ഇനേർഷ്യ എന്ന് പറയുന്നത് ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു റിമെയിൻ ദ സെയിം സ്റ്റേറ്റ്. അതായത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക, മോഷനിലാണെങ്കിൽ അതായത് ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ആ മൂവ്മെൻറ്റിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യും വിത്ത് ദ സെയിം വെലോസിറ്റി. ആ ഒരു പ്രോപ്പർട്ടി അതാണ് ഇനേർഷ്യ. ഇനേർഷ്യ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് 3 types ഓഫ് ഇനേർഷ്യ ആൻഡ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. 3 types ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് മീൻസ് നമുക്ക് ബസ്സിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ബസ്സിൽ പാസഞ്ചേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിർത്തിയിട്ടിരിക്കുന്ന ബസ്, പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സല്ല, നിർത്തിയിട്ടിരിക്കുന്ന ബസ്. പെട്ടെന്ന് ആ ബസ് ഡ്രൈവർ മുന്നോട്ടെടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ബസ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്, പെട്ടെന്ന് ആ ബസ് ഡ്രൈവർ മുന്നോട്ടെടുത്തു, എന്താണ് സംഭവിക്കുക? പാസഞ്ചേഴ്സൊക്കെ പിന്നിലോട്ട് പോകും അല്ലേ? അതെ, ബാക്കിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ്. അതായത് ആ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഈ ബസ് മുന്നോട്ടേക്ക് എടുത്തപ്പോൾ അവർക്ക് എന്തായിരുന്നു ടെൻഡൻസി? പുറകിലോട്ട് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി. അതായത് അവർക്ക് റെസ്റ്റിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ ആ സ്റ്റേറ്റിൽ റെസ്റ്റിൽ തുടരാനുള്ള ആ ഒരു ടെൻഡൻസിയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് റണ്ണിങ്ങിലാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡനായിട്ട് ഈ ബസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പാസഞ്ചേഴ്സൊക്കെ മുന്നിലോട്ട് പോകും അല്ലേ? അവർ ഫ്രണ്ടിലോട്ടൊന്ന് പോകും. ബസ് നിർത്തിയിട്ടിരിക്കുന്ന ബസ് എടുക്കുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് അനുഭവങ്ങളാണിത്. ഡെയിലി ബസ് നിർത്തിയിട്ടിരിക്കുന്ന ബസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പുറകിലോട്ട് പോകും. ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുന്നിലോട്ട് പോകും. ഇത് രണ്ടും മുന്നിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ബസ് റണ്ണിങ്ങിലായിരുന്നു. അപ്പോൾ ആ പാസഞ്ചേഴ്സിന് എന്താണ് ടെൻഡൻസി? മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസിയാണ്. സോ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, അതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. ക്ലിയർ ആണ് പറയാൻ പോകുന്നത് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. എഗെയിൻ നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ബസ്സിനെ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് ഒരു ഫിക്സഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്നൊരു വളവ് വന്നു, അതായത് ഒരു കർവ് വന്നു. എന്താ സംഭവിക്കുക? ബസ് തിരിക്കും. ആ തിരിക്കുമ്പോൾ പാസഞ്ചേഴ്സ് നേരെയാണ് പാസഞ്ചേഴ്സ് ഇരുന്നിരുന്നത് അല്ലേ? അപ്പോൾ ആ ബസ് തിരിക്കുമ്പോൾ പാസഞ്ചേഴ്സും കൂടെ ആ സൈഡിലോട്ട് പോകും അല്ലേ? റോഡിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ ഈ പാസഞ്ചേഴ്സിന് ഉൾപ്പെടെയുള്ളവർക്ക് നേരെയുള്ള ഒരു മോഷനായിരുന്നു ഉണ്ടായിരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ പാസഞ്ചേഴ്സ് സൈഡിലോട്ട് പോകുന്നത്. സോ ദിസ് ഈസ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, സോ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയാം. ഇനേർഷ്യ എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ നാച്ചുറൽ ടെൻഡൻസി ഓഫ് എൻ ഒബ്ജെക്ട് ടു റിമെയിൻ ദ സെയിം സ്റ്റേറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ നാച്ചുറൽ ടെൻഡൻസി ഓഫ് ദ ഒബ്ജെക്റ്റ് ടു റിമെയിൻ ദ സെയിം സ്റ്റേറ്റ്. അതാണ് ഇനേർഷ്യ. ഇനി എപ്പോഴാണ് ആ സ്റ്റേറ്റ് മാറുക? ആ ഇനേർഷ്യയിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു സ്റ്റേറ്റ് മാറണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ സം അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ? സോ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടല്ലാതെ ആ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു സ്റ്റേറ്റ് മാറില്ല. സോ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് an object continues its state of rest or of uniform motion unless an unbalanced force is act on that object. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലായിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും വിത്ത് ദ സെയിം വെലോസിറ്റി. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇനേർഷ്യ എന്താണെന്ന് നമുക്കറിയാം. ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു റിമെയിൻ ദ സെയിം സ്റ്റേറ്റ്, അതാണ് ഇനേർഷ്യ. സോ ഇനേർഷ്യ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ എന്ത് വേണം? അവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യണം. സോ ന്യൂട്ടൺ സ്റ്റേറ്റ് ചെയ്തത് എത്രയാണ്? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ്
an object continuous at state of motion or rest unless an unbalanced force acts on that object. So this is first law of motion. This law is also known as law of inertia. This law is also known as law of inertia. Law of inertia means inertia നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ലോനെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ക്ലിയർ?